നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള തിയറീസ് ഓഫ് പോപ്പുലേഷൻ. അതിലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ തിയറീസ് ഗ്രോത്ത് ആൻഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് തിയറീസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അല്ലെ. അപ്പോ നമുക്ക് ഈ ഫസ്റ്റ് വൺ നമുക്ക് ഈ ക്ലാസ് പറയാനുള്ളത് നമ്മുടെ ഒരു ഇൻട്രോ രൂപത്തിലാണ്. അതായത് നമ്മുടെ ലോകത്താകെയുള്ള ജനസംഖ്യ വർധനയെ കുറിച്ചുള്ള ഒരു ആശങ്ക അല്ല ഇപ്പോ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ നമ്മുടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാമതുള്ള അല്ലെങ്കിൽ വർദ്ധിക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഒരു വളർച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കുടുംബ ആസൂത്രണം അഥവാ നമ്മുടെ ഫാമിലി പ്ലാനിങ്, അതുപോലെ നമ്മുടെ ബർത്ത് കൺട്രോൾ അല്ലെ ജനന നിയന്ത്രണം, ഈ ഒരു രണ്ട് നടപടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പഴയ കാലത്ത് ഓരോ വീട്ടിലും 7 to 10 കുട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദെൻ അല്ലെ നമുക്കൊക്കെ നമ്മുടെ വല്യമ്മമാരോ അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർക്കൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ പലരുടെയും വീട്ടിൽ കുട്ടികളെ 10 പ്രസവിക്കുന്ന സ്ത്രീകളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യ ഭയങ്കരമായ രീതിയിൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. ദെൻ കഴിഞ്ഞ ഇതിൽ വരെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നത് ചൈനയായിരുന്നു. ഇപ്പൊ ശരിക്കും ഇന്ത്യ ചൈനയെ മറികടന്നു എന്നാണ് പറയുന്നത്. ദെൻ അതിന്റെ റിപ്പോർട്ടൊന്നും പുറത്തു വിട്ടിട്ടില്ല. അത് എന്നാലും മറികടന്നിട്ടുണ്ടാവും ഉറപ്പാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫാമിലി പ്ലാനിങ് നമുക്ക് വേണം. സോ ഇന്ന് ഗവൺമെന്റിന്റെ ഫാമിലി പ്ലാനിങ് നയങ്ങൾ കാരണം കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. മാത്രവുമല്ല നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം എന്തിനാണ് ഈ ഒരു ജനസംഖ്യാ നിയന്ത്രണം അല്ലെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ. ദെൻ ഇതിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ലോകത്തെ ആകെയുള്ള ജനസംഖ്യാ വർധനയെ കുറിച്ചുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആശങ്ക ഉണ്ട് അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാവുന്നത് ഇതിൽ വരുന്ന കുറച്ച് തിയറീസ് ആണ്. ദെൻ ആ ഒരു തിയറീസിൽ ഫസ്റ്റ് വൺ പോപ്പുലേഷൻ തിയറീസ് ആണ് അല്ലെ, ജനസംഖ്യ സിദ്ധാന്തങ്ങൾ. അതായത് നമ്മുടെ ജനസംഖ്യ വളർച്ച, അതുപോലെ നമ്മുടെ റിസോഴ്സ് അല്ലെ, വിഭവങ്ങള്, ദെൻ നമ്മുടെ സാമ്പത്തിക വികസനം അഥവാ എക്കണോമിക് ഡെവലപ്മെന്റ്, ദെൻ നമ്മുടെ സാമൂഹിക ക്ഷേമം അഥവാ വെൽബീങ് അല്ലെങ്കിൽ വെൽഫെയർ അല്ലെ. സോ ഇവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനാണ് ജനസംഖ്യാ സിദ്ധാന്തങ്ങൾ അഥവാ പോപ്പുലേഷൻ തിയറീസ്. അപ്പൊ പോപ്പുലേഷൻ തിയറീസ് എന്നാൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിലേറ്റ് ആക്കുന്നത്? ഒന്ന് ജനസംഖ്യയുടെ വളർച്ച, റിസോഴ്സ്, എക്കണോമിക് ഡെവലപ്മെന്റ്, വെൽബീങ് അല്ലെ. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 തിയറിയാണ്. ഫസ്റ്റ് വൺ മാൽത്തൂസിയൻ തിയറി, ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി, മൂന്നാമത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറിലോട്ട് പോകാം. മാൽത്തൂസിയൻ തിയറി അല്ലെ. തോമസ് മാൽത്തൂസിയന്റെ ജനസംഖ്യാ സിദ്ധാന്തമാണ് ഈ ഒരു തിയറിയിൽ വരുന്നത്. ഇതിൽ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, തോമസ് റോബർട്ട് മാൽത്യൂസ് അല്ലെ. അദ്ദേഹത്തെ ആ ഒരു വർഷം 1798 അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. ആ പുസ്തകത്തിന്റെ പേര് ഓർത്തുക. ദെൻ ഇതില് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ആശയം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് നമ്മുടെ ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതൊരു ജിയോമെട്രിക് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നു. അതായത് ജിയോമെട്രിക് രീതി എന്ന് പറഞ്ഞാല് നമ്മുടെ ജാമിതീയ രീതി, അതായത് 1, 2 അല്ലെ, ദെൻ 4, 8, ദെൻ 16, 32, 64 ഇങ്ങനെ ഇരട്ടി ആയിട്ടാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. ഓക്കെ. 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, അങ്ങനെ ഇരട്ടിയായിട്ട് ആര് പോകുന്നു, ജനസംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിലാണ് വർദ്ധിക്കുന്നത്. എന്നാൽ ഈ ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്രത്തോളമുള്ള മനുഷ്യന്മാർക്കുള്ള ഫുഡ്, അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത് അത് അരിത്തമെറ്റിക് രീതിയിലാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെയാണ് പോകുന്നത്. അപ്പം ആ ഒരു റിലേഷൻ മനസ്സിലല്ലേ, ജനസംഖ്യ ഇരട്ടിയായിട്ട് പോകുന്നുണ്ട്. 1 കഴിഞ്ഞാൽ 2, 2, 4, 4, 8 അങ്ങനെ ഇരട്ടിയായിട്ട് പോകുന്നു. പക്ഷെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3, 4 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ജനസംഖ്യ ഭക്ഷ്യ വിതരണത്തെ അതിവേഗം എന്ത് ചെയ്യുന്നുണ്ട്, മറികടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഒരുപാട് ആളുകളുണ്ട്, ഫുഡ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് എന്ത് സംഭവിക്കും, ഭയങ്കരമായ രീതിയിൽ ഭക്ഷ്യക്ഷാമം അല്ലെങ്കിൽ പട്ടിണി അല്ലെ. അപ്പൊ ഇതാണ് അദ്ദേഹം ഈ ഒരു മാൽത്തൂസിയൻ തിയറി അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ക്ഷാമം, ദാരിദ്ര്യം, രോഗം, മരണങ്ങൾ എന്നിവയെല്ലാം വർദ്ധിക്കും.
ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ദെൻ ഇതിലും ഈ ഒരു തിയറിയിൽ തന്നെ 3 സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണം മനുഷ്യർക്ക് എന്ത് ചെയ്യാണ്, ജീവിതത്തിന് അത്യാവശ്യമാണ്. മാത്രവുമല്ല നമ്മുടെ പാഷൻ ബിറ്റ്വീൻ സെക്സ് അല്ലെ, അതെന്താണ് മനുഷ്യരിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ജനനം അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ ജനനം എന്ന് പറയുന്നത് തുടർന്നു കൊണ്ടേയിരിക്കും അല്ലെ. മാത്രമല്ല നമ്മുടെ കൃഷിയിൽ ഡിമിനിഷിംഗ് റിട്ടേൺ നിയമം എന്താണ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഭൂമി ഉപയോഗിക്കുമ്പോൾ ഉൽപാദനം ഒരു ഘട്ടത്തിന് ശേഷം എന്ത് ചെയ്യും, ഉൽപാദനം കുറയും. സോ ഇവിടെ അധികം ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഭൂമിയുണ്ട്, പക്ഷെ അവിടെ ഉൽപാദനം കുറഞ്ഞ ഉൽപാദനമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇനി നമുക്ക് ഈ ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അതായത് ചെക്സ് ടു കൺട്രോൾ പോപ്പുലേഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ പ്രിവെന്റീവ് ചെക്ക് ആണ് അല്ലെ. പ്രിവെന്റീവ് ചെക്സ്, അതായത് നമ്മുടെ പ്രതിരോധ നിയന്ത്രണങ്ങൾ. ഇതിൽ ജനനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, ലേറ്റ് മാരേജ്, വിവാഹം വൈകിപ്പിക്കുക അല്ലെ. ദെൻ നമ്മുടെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, അതുപോലെ മോറൽ റെസ്ട്രെയിന്റ്, ദെൻ നമ്മുടെ കുടുംബാസൂത്രണമൊക്കെ നടത്തുക. അതുപോലെ ജനനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ, സമകാലികമായിട്ട് നമ്മളെ കോൺട്രാസ്പെക്റ്റീവ്സ് ഉണ്ടെങ്കിലും മാൽത്യൂസ് ഇത് പ്രവചിക്കുന്നൊന്നുമില്ല. സോ ഈ ഒരു രീതിയിലുള്ള ജനനിയന്ത്രണമൊക്കെ ഫോളോ ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു പ്രിവെന്റീവ് ചെക്സിൽ വരുന്നത്. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമപരമായിട്ടുള്ള വിവാഹ വയസ്സ് 22 വയസ്സാക്കിയത്. ഓക്കെ, ദെൻ ഇവ ജനനനിരക്ക് കുറയ്ക്കാൻ മനുഷ്യന്റെ ചിന്താപരമായ ഇടപെടലുകളാണ് ഈ ഒരു സംഭവം. ദെൻ രണ്ടാമത് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ചെക്കാണ്. അതായത് എന്താ പറയാ, നമ്മുടെ പ്രകൃതിദത്ത നിയന്ത്രണങ്ങളിലെ, അതായത് ഇവിടെ മരണനിരക്ക് ഉയർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതായത് ക്ഷാമം, ഫാമിൻ, ദെൻ വാർ, ഡിസീസ്, ഫ്ലഡ്, ദെൻ എന്താ പറയാ പ്ലാഗ് അല്ലെങ്കിൽ COVID-19 പോലെയുള്ള മഹാമാരികളിലെ. അപ്പം എന്തൊക്കെയാണ് മരണനിരക്ക് ഉയർത്തുന്ന ഘടകങ്ങൾ? ക്ഷാമം, യുദ്ധം, രോഗങ്ങൾ, വെള്ളപ്പൊക്കം, അതുപോലെ മഹാമാരികളിലെ. ദെൻ നെക്സ്റ്റ് പറയുന്നത്, അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്, നമ്മുടെ COVID-19 അല്ലെങ്കിൽ COVID-19 വന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 2018 കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ 483 പേരാണ് മരിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജനസംഖ്യ സ്വാഭാവികമായിട്ട് കുറയാൻ ഇടയാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു തിയറിയുടെ ക്രിറ്റിസിസം കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഭക്ഷ്യോൽപാദനം കുറവാണെന്ന് പറഞ്ഞത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അത് അതിന്റെ ഒരു ക്രിറ്റിസിസം ആണ്. അതായത് ആധുനിക കാർഷിക വിപ്ലവവും സാങ്കേതിക പുരോഗതിയും ഭക്ഷണം മതിയാകുന്ന വിധം എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യോൽപാദനം ഇവിടെ കുറവാണ് എന്ന് പറയുന്ന ആ ഒരു തിയറി തെറ്റാണ് എന്നാണ് പറയുന്നത്. അത് അതിന്റെ ഒന്നാമത്തെ ക്രിറ്റിസിസം. രണ്ടാമത് പറയുന്നത്, ഭക്ഷണമായിട്ട് ധാന്യങ്ങൾ മാത്രമേ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ. മാംസ്യമുണ്ട്, മുട്ട, പാല് അല്ലെ, മാംസം, ഇതൊക്കെ ഉണ്ട്. സോ ഈ തുടങ്ങിയ പ്രകൃതി ഭക്ഷണങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാൽത്തൂസിയൻ തിയറിയിൽ അവഗണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നുണ്ട് ജനസംഖ്യ ഒരു ഭാരമായിട്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇവിടെ നല്ല രീതിയിൽ മനുഷ്യശക്തി അഥവാ മാൻ പവർ, ഉൽപാദന ശേഷിയും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അതും അതിന്റെ മറ്റൊരു ക്രിറ്റിസിസമാണ്. ദെൻ നമുക്കറിയാം വൈദ്യപരമായിട്ടുള്ള പുരോഗതികളൊന്നും ഇവിടെ പ്രവചിച്ചിട്ടില്ല. അതായത് ഡെത്ത് റേറ്റ് കുറയാൻ കാരണം മെഡിക്കൽ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മെഡിക്കൽ പുരോഗതി നല്ല രീതിയിൽ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ മൈഗ്രേഷൻ, അർബണൈസേഷൻ ഒന്നും പരിഗണിച്ചിട്ടില്ല അല്ലെ. ആധുനിക സമൂഹത്തിന്റെ ജനസംഖ്യാ ചലനങ്ങൾ അല്ലെ, ഈ ഒരു മൈഗ്രേഷനും അർബണൈസേഷനും ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്കും കൂടിയേറി പോകുന്നുണ്ട്. സോ അവിടെയും എന്ത് ചെയ്യുന്നു, ജനസംഖ്യ കുറയാനൊക്കെ കാരണമാകുന്നു. അപ്പൊ അതൊന്നും ഇവിടെ മാൽത്തൂസിയൻ തിയറിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നിയോ മാൽത്തൂസിയൻ തിയറിയാണ്. ഓക്കെ, ഈ ഒരു തിയറി വികസിപ്പിച്ചത് 2 പേരാണ്. ഫസ്റ്റ് വൺ മാർഗരറ്റ് സെങ്കറും മാരി സ്റ്റോപ്സും അല്ലെ. ഇവര് 1820 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. ഇവർ പറയുന്നത് നമ്മുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ, അതായത് നമ്മുടെ ജനനിയന്ത്രണം അല്ലെ, ബർത്ത് കൺട്രോൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. രണ്ടാമത് കോൺട്രാസ്പെക്റ്റീവ്, അതായത് നമ്മുടെ ജനസംഖ്യാ വളർച്ച കുറക്കാൻ ഏറ്റവും നല്ല മാർഗം കോൺട്രാസ്പെക്റ്റീവ്സ് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ആണ് പാഷൻ ബിറ്റ്വീൻ സെക്സ്. അതായത് എല്ലായിടത്തും ഒരുപോലെയല്ല നമ്മുടെ പ്രായം, ആരോഗ്യം, സംസ്കാരം, മനഃശാസ്ത്രം എന്നിവ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഗർഭധാരണം, വിവാഹേതരമായിട്ടുള്ള പ്രസവങ്ങൾ കുറക്കാൻ ഫാമിലി പ്ലാനിങ് അല്ലെ എന്ത് ചെയ്യണം, ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു നിയോ മാൽത്തൂസിയൻ തിയറിയെ പിന്തുണക്കുന്ന ആശയങ്ങളുണ്ട്. അതായത് കോൺട്രാസ്പെക്റ്റീവ്, ഫാമിലി പ്ലാനിങ്, അബോർഷൻ അല്ലെ, അൺവാണ്ടഡ് പ്രഗ്നൻസിയിൽ വരുന്ന അബോർഷൻ, ദെൻ പോപ്പുലേഷന്റെ കൂടെ ഫുഡ് ബാലൻസും പ്രധാനമാണ് അല്ലെ. സോ ഇതൊക്കെയാണ് ഈ ഒരു നിയോ മാൽത്തൂസിയൻ തിയറി പിന്തുണക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറി കഴിഞ്ഞു. രണ്ടാമത്തെ തിയറി വരുന്നത് ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറിയാണ്. അതായത് ഏറ്റവും നല്ല
അല്ലെങ്കിൽ ഒരു സമതുലിതമായിട്ടുള്ള ഒരു ജനസംഖ്യാ വലിപ്പം അല്ലെ. അപ്പൊ നമുക്ക് കാര്യം എന്താന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി നമ്മുടെ മാൽത്തൂസിയൻ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഡെവലപ്പ് ആക്കിയിട്ടുള്ളതാണ് എഡ്വിൻ കാനൺ എന്താ പറയാ 1924 ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. റോബിൻസ്, ഡാൾട്ടൺ, കാൾ സൗണ്ടേഴ്സ് എന്നിവർ ഈ ഒരു തിയറിയിൽ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജനസംഖ്യാ വർധനവ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആഗോള പ്രശ്നമാണ് അല്ലെ. നമ്മുടെ മാൽത്തൂസിയൻ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ വേഗത്തിൽ ഉയരുന്നുണ്ട്, ഭക്ഷണം അത്ര വേഗത്തിൽ ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ചെക്സ് എന്ത് ചെയ്യാണ് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി പറയുന്നത് ഒരു രാജ്യത്തിന് വിഭവങ്ങൾക്ക് ആ ഒരു വിഭവങ്ങൾക്ക് എത്രമാണോ ലഭ്യത ഉള്ളത് അതിന് തക്കതുപോലെയുള്ള ജനസംഖ്യ വേണമെന്നാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, അതായത് ജനസംഖ്യ 4 ഘട്ടങ്ങളിലൂടെയാണ് വളരുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് ജനസംഖ്യയും വിഭവങ്ങളും തമ്മിലുള്ള തുലനം അല്ലെ, അഥവാ ഒരു ഇക്വലിബ്രിയമാണ് ഇവിടുത്തെ മെയിൻ ലക്ഷ്യം. ഓക്കെ, ഇനി ഈ ഒരു ഒപ്റ്റിമം പോപ്പുലേഷന്റെ ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നോക്കാൻ മറ്റൊരു പോയിന്റ്സ്. നമ്മുടെ ഒപ്റ്റിമം പോപ്പുലേഷൻ എന്നത് ഒരു രാജ്യത്തിന് ലഭ്യമായിട്ടുള്ള സ്വാഭാവിക വിഭവങ്ങള്, ദെൻ ഉൽപാദന സൗകര്യങ്ങൾ, മൂലധനം അഥവാ ക്യാപിറ്റൽ, ഇത് മൂന്നും അല്ലെ എന്നിവ പരമാവധി ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജനസംഖ്യ പറയുന്ന പേരാണ് ഒപ്റ്റിമം പോപ്പുലേഷൻ. ഓക്കെ, ഒപ്റ്റിമം മാക്സിമത്തിലാണ് അല്ലെ. ഒപ്റ്റിമം പോപ്പുലേഷൻ ഈ ഒരു ജനസംഖ്യയിലാണ് രാജ്യത്തിന് ഏറ്റവും ഉയർന്ന സാമ്പത്തിക ക്ഷേമം, എക്കണോമിക് വെൽഫെയർ ലഭിക്കുക. ഓക്കെ, നമ്മുടെ ഈ ഒപ്റ്റിമം പോപ്പുലേഷനിൽ ഒരു രാജ്യത്തിന് ലഭ്യമായിട്ടുള്ള സമ്പത്തുകളും അതുപോലെ ഉൽപാദന മാർഗങ്ങളും ഇവ രണ്ടും പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് ഏറ്റവും നല്ല സാമ്പത്തിക ക്ഷേമം ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ജനസംഖ്യയാണ് ഒപ്റ്റിമം പോപ്പുലേഷൻ. ഓക്കെ, ഈ ഒരു തിയറിയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു തിയറി നമ്മുടെ ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി മാൽത്തൂസി അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളോട് സംഭാഷണം നടത്തുന്ന ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ആക്കിയിട്ടുള്ളത്. എഡ്വിൻ കാനൺ 1924 തന്റെ വെൽത്ത് എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഒരു തിയറി അദ്ദേഹം വിശദീകരിക്കുന്നത്. റോബിൻസ്, നമ്മൾ മൂന്നാക്കരെ പറഞ്ഞു അല്ലെ, റോബിൻസ്, ഡാൾട്ടൺ, കാൾ സൗണ്ടർ അല്ലെ എന്നിവർ ഈ ഒരു തിയറി കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു തിയറിയുടെ അടിസ്ഥാന ധാരണ പറയുന്നത് ജനങ്ങളുടെ ശീലങ്ങളും അതേപോലെ അവരുടെ ആവശ്യങ്ങളും പറഞ്ഞാൽ അത് സ്ഥിരമായിരിക്കും. മാത്രമല്ല നമ്മുടെ ഉൽപാദന രീതി, തൊഴിൽ ക്രമവും മാറ്റമില്ലാതെ തുടരുന്നു. മാത്രമല്ല ജനസംഖ്യ ഉയർന്നാലും തൊഴിൽ ജനസംഖ്യയുടെ അനുപാതം എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരത പുലർത്തുന്നുണ്ട്. ദെൻ നമ്മുടെ ക്യാപിറ്റൽ, സ്വാഭാവികമായിട്ടുള്ള റിസോഴ്സ്, വിഭവങ്ങൾ, ബിസിനസ്, സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഒരു സ്ഥിരമായിട്ട് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ധാരണ അല്ലെ. ദെൻ ഈ ഒരു ഒപ്റ്റിമം പോപ്പുലേഷൻ നിശ്ചയിക്കുന്ന മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വിഭവങ്ങൾ, മൂലധനം, സാങ്കേതിക വിദ്യ, ഈ മൂന്നാണ്. അപ്പൊ ഇത് മൂന്നും എന്താ പറയാ ഒരു ജനസംഖ്യ ഒപ്റ്റിമം നിലയിലാണോ എന്ന് നിശ്ചയിക്കുന്നത് ഈ ഒരു 3 കാര്യങ്ങളുമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നു ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ശരാശരി വരുമാനം ഉയരുകയാണോ താഴുകയാണോ ചെയ്യുന്നത് അല്ലെ. അപ്പം നമ്മുടെ ജനസംഖ്യ ഒപ്റ്റിമം നിലയിൽ എത്തിക്കഴിഞ്ഞാല് എന്താ പറയാ ആ ഒരു ഒപ്റ്റിമം താഴെയാണെങ്കിൽ അണ്ടർ പോപ്പുലേഷനും, ഒപ്റ്റിമം നല്ല കൂടുതലാണെങ്കിൽ അവിടെ ഓവർ പോപ്പുലേഷനുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അണ്ടർ പോപ്പുലേഷനും ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. അതായത് അണ്ടർ പോപ്പുലേഷൻ പറഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ ഒപ്റ്റിമം നിലയേക്കാളും കുറവാകുന്ന അവസ്ഥയാണ്. അപ്പൊ ഒപ്റ്റിമത്തിനെക്കാളും കുറവാണെങ്കിൽ അവിടെ അണ്ടർ പോപ്പുലേഷൻ ആണ്, അവിടുത്തെ ജനസംഖ്യ അണ്ടർ പോപ്പുലേഷൻ ആണ്. ഇതിൽ വിഭവങ്ങൾ ധാരാളമായി ലഭിച്ചിരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു ജനങ്ങൾ കുറവായതിനാൽ തന്നെ വിഭവങ്ങളെ പൂർണ്ണമായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല, കാരണം കുറച്ച് പേരേ ഉള്ളൂ. ഇതിനെ തുടർന്ന് അവിടെ വലിയ തോതിലുള്ള ഉൽപാദനം നടക്കുകയോ ഇല്ല, കാരണം അവിടെ ആളുകളില്ലല്ലോ. ഓക്കെ, ദെൻ രാജ്യം ജനസംഖ്യ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അവിടെ ഒരു ഒപ്റ്റിമം നിലയിൽ എത്താൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ അണ്ടർ പോപ്പുലേഷൻ. ഇനി ഓവർ പോപ്പുലേഷൻ എന്ന അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഓവർ പോപ്പുലേഷൻ എന്നത് ജനസംഖ്യ ഒപ്റ്റിമം നിലയെക്കാട്ടിലും കൂടുതലാകുന്ന അവസ്ഥയാണ് ഓവർ പോപ്പുലേഷൻ. ഇവിടെ ജനങ്ങൾ അധികമായി കഴിഞ്ഞാൽ വിഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. സോ അവിടെ എന്തായിരിക്കും, വിഭവങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ആളുകൾ കൂടുതലായാൽ അവിടുത്തെ വിഭവങ്ങൾ കുറവായിരിക്കും, തൊഴിലുകൾ കുറവായിരിക്കും അല്ലെ. മാത്രമല്ല അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം കൂടെ എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ശരാശരി വരുമാനം, ഓരോരുത്തർക്ക് കിട്ടുന്ന ശരാശരി വരുമാനം കുറവായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അവിടുത്തെ ജീവിത നിലവാരവും താഴും. ദെൻ ഭക്ഷ്യക്ഷാമം, രോഗങ്ങൾ, ദാരിദ്ര്യം അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യും, അവിടെ വർദ്ധിക്കാനും കാരണമാകും. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കാനന്റെ ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറിയാണ്. അതില് നമ്മുടെ
ടെക്സ്റ്റിൽ നമുക്കൊരു പിക്ചർ കാണാം അല്ലെ. അതിൽ OX എന്ന് കാണിക്കുന്നത് ഏതാണ്? ടോട്ടൽ പോപ്പുലേഷൻ ആണ്. OY എന്ന് കാണിക്കുന്നത് GDP പെർ ക്യാപിറ്റ ആണ് അല്ലെ. ദെൻ അതിൽ OC വരെയാണ് നമ്മുടെ ജനസംഖ്യ ഉയരുമ്പോൾ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട്? ഉയരും. അതാണ് അണ്ടർ പോപ്പുലേഷൻ. OC ആണ് അവിടെ എന്ത് ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. ദെൻ OCക്ക് ശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? വരുമാനം കുറയുന്നു. അതാണ് അവിടെ ഓവർ പോപ്പുലേഷൻ സംഭവിക്കുന്നു. ദെൻ ഇവിടുത്തെ പ്രധാന ആശയം പറയുന്നത് നമ്മുടെ മാൽത്തൂസിയൻ സിദ്ധാന്തത്തിലെ പരിമിതികളെ പരിഹരിച്ചുകൊണ്ട് എഡ്വിൻ കാനൺ വികസിപ്പിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി അല്ലെ. അപ്പൊ ഈ ഒരു സിദ്ധാന്തം പറയുന്നത് നമ്മുടെ ജനസംഖ്യയും ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും തമ്മിൽ ഒരു മികച്ച സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരാൾക്കുള്ള വരുമാനം അവിടെ ഉയരുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതായത് ഈ ഒരു സിദ്ധാന്തം കൂടുതലും സാമ്പത്തിക ഘടകങ്ങളെ ഫാക്ടേഴ്സിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനപരമായ ഘടകങ്ങളെ ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. അതായ ഒരു ക്രിറ്റിസിസമാണ്. രണ്ട്, നമ്മുടെ ജനസംഖ്യാ പ്രശ്നങ്ങളെ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ച് മാത്രമാണ് വിലയിരുത്തുന്നത്. അവിടെ ജീവശാസ്ത്രപരമായിട്ടുള്ളതോ സാമൂഹ്യ ശാസ്ത്രപരമായ ഘടകങ്ങളെ പരിഗണിക്കുന്നില്ല. മൂന്ന്, ജനനമരണ നിരക്കുകൾ, നഗരവൽക്കരണം, കുടിയേറ്റം തുടങ്ങിയ ഡിറ്റർമിനന്റ് ഫാക്ടേഴ്സ് വ്യക്തമാക്കുന്നേ ഇല്ല. നാലാമത് പറയുന്ന എന്താ പറയാ ക്രിറ്റിസിസം, ഗവൺമെന്റിന്റെ തൊഴില്, വരുമാന സ്ഥിരത എന്നിവ ലക്ഷ്യമാക്കിയ നയങ്ങൾ ഉള്ള സിദ്ധാന്തം അവിടെ പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കാനന്റെ തിയറി വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഡാൾട്ടന്റെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് പോപ്പുലേഷൻ ആണ്. ഇതില് ഡാൾട്ടൻ നമ്മുടെ ജനസംഖ്യയിലെ ഒപ്റ്റിമം വ്യതിയാനങ്ങളെ മാൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ ഡാൾട്ടന്റെ ഫോർമുല വരുന്നുണ്ട്. നമ്മുടെ ഡാൾട്ടൻ ജനസംഖ്യ ഒപ്റ്റിമം നിലയിൽ നിന്നും വ്യത്യസ്തമാകുന്ന അവസ്ഥയാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ എന്ന് വിളിക്കുന്നത്. ദെൻ ആക്ച്വൽ പോപ്പുലേഷൻ എന്നത് യാഥാർത്ഥ്യത്തിലുള്ള ജനസംഖ്യയാണ്. ഒപ്റ്റിമം പോപ്പുലേഷൻ എന്നത് എന്താണ്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജനസംഖ്യയാണ്. അപ്പൊ ഇവരുമിടയിലുള്ള വ്യത്യാസമാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഉണ്ട് M=A-O ഡിവൈഡ് ബൈ O എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ M ഇവിടെ മാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ഒപ്റ്റിമം ത്തിലുള്ള ആ ഒരു വ്യതിയാനമാണ്. ആക്ച്വൽ പോപ്പുലേഷൻ പറഞ്ഞാൽ അവിടെ യഥാർത്ഥ ജനസംഖ്യയാണ്. ഒപ്റ്റിമം ദെൻ O എന്ന് പറയുമ്പോൾ ഒപ്റ്റിമം പോപ്പുലേഷൻ അവിടെയുള്ള ഒരു ആദർശ ജനസംഖ്യയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയാണ്. ഇത് W.S. തോംസണും F.W. നോട്ട്സ്റ്റീനും വികസിപ്പിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ജനസംഖ്യാ വളർച്ചയിലെ ജനന നിരക്ക് മരണനിരക്ക് ആധാരമാക്കിയിട്ട് സമൂഹങ്ങൾ കടന്നു പോകുന്ന മാറ്റമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും. ഏത് പേരാണ്? പോപ്പുലേഷൻ സൈക്കിൾ തിയറി എന്നും പോപ്പുലേഷൻ സ്റ്റേജ് തിയറി എന്നും ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയുടെ മറ്റൊരു പേരുകളാണ് കേട്ടോ. ദെൻ ഇത് എഫക്ട് ചെയ്യുന്ന ഡെത്ത് റേറ്റ് ഫാക്ടേഴ്സ് അല്ലെ. ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡെത്ത് റേറ്റിനെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, നമ്മുടെ ആരോഗ്യ സേവന ഗുണമേന്മ, നമ്മുടെ ശരിയായ ഭക്ഷണശൈലി, വാക്സിനേഷൻ, യുദ്ധം, സംഘർഷം, ശുദ്ധജലം അല്ലെ, ശുചിത്വ സൗകര്യം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെത്ത് റേറ്റിനെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ബർത്ത് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗർഭനിരോധന സൗകര്യങ്ങൾക്കുള്ള ലഭ്യത, വിവാഹപ്രായം, മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും പരമ്പരാഗത ചിന്തകളും, ദെൻ നമ്മുടെ വനിതകളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി മോഡലാണ്. ഇതില് നമ്മുടെ ജനസംഖ്യാ വളർച്ച 4 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ 4 ഘട്ടത്തിന്റെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ്, ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ്, ലോവർ സ്റ്റേഷനറി സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സ്റ്റേജ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. ഇതില് ഒന്നാമത്തെ ഹൈ സ്റ്റേഷനറി സ്റ്റേജ് ഏതാ നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു ഹൈ സ്റ്റേഷനറി ഘട്ടം വരുന്നത് അല്ലെ. അതായത് നമ്മുടെ ജനനിരക്കും മരണനിരക്കും രണ്ടും ഉയർന്ന നിലയില്. അപ്പൊ ഇവിടെ ജനസംഖ്യാ വളർച്ച എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്താ? ജനനിരക്കും മരണനിരക്കും ഒരേ രീതിയിൽ രണ്ടും ഉയർന്ന രീതിയിൽ. അപ്പൊ ഇവിടുത്തെ ജനസംഖ്യ വളർച്ച എന്തായിരിക്കും? കുറവാണ്. നമ്മുടെ ജനസംഖ്യ ആന്തരിക ഈ ഒരു സിദ്ധാന്തത്തിന്റെ ആദ്യഘട്ടം പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത രീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ വ്യാപാരവും ഗതാഗത സംവിധാനങ്ങളും എന്താണ്? പരിമിതമാണ്. കാരണം ഗ്രാമങ്ങളിലല്ലേ. അപ്പൊ വ്യാപാരവും ഗതാഗത സംവിധാനം എന്തായിരിക്കും? പരിമിതമായിരിക്കും അല്ലെ.
നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, നമ്മുടെ കൃഷിയാണ് ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പം കൂടുതലുള്ള ആളുകളായിരുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുടുംബമാണ് പ്രധാന ജോലി സ്ഥലമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് സംയുക്ത കുടുംബ രീതിയാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകളെ നിർവഹിക്കാൻ കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കാണ് ഈ ഒരു ജോലികൾ പങ്കെടുത്തിരുന്നത്. ജോലിയും ജീവിതവും ഒരേ ഘടനയിൽ പ്രവർത്തിച്ചിരുന്നതിനാൽ കുടുംബ ബന്ധം ഇവിടെ വളരെ ശക്തമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ ആചാരങ്ങളും പരമ്പരാഗതങ്ങളും കർശനമായിട്ട് പാലിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, നമ്മുടെ മതവിശ്വാസം, അന്ധവിശ്വാസങ്ങള്, അതേപോലെ കുട്ടികള്, ദൈവദത്തം എന്ന ധാരണയെയും ജനന നിയന്ത്രണത്തെയും നിരസിക്കുന്ന സമീപനത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പുറത്തുള്ള ലോകവുമായി അത്ര ഇടപഴകാത്തതിനാൽ യുക്തിചിന്തയും ശാസ്ത്രീയ ബോധവും വളർന്ന് മുന്നോട്ട് പോയിട്ടില്ല. അല്ലെ, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഇതെല്ലാം ചേർന്ന് ജനനിരക്ക് ഉയർന്ന നിലയിൽ തുടരാൻ കാരണമായി. നെക്സ്റ്റ് പറയുന്നത്, ആരോഗ്യ പരിപാലന രംഗം വളരെ പിന്നോക്കം നിന്നിരുന്നു. ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ദൂരെയായതിനാൽ ആളുകൾക്ക് ചികിത്സ ലഭ്യമായിരുന്നില്ല. നെക്സ്റ്റ് ലഭ്യമായിരുന്ന മീൻസ് അവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അല്ലെ. വീട്ടിൽ തന്നെ ഒരുപാട് പ്രസവം നടക്കുന്നതും സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കൂടാതെ ഇവിടത്തെ കുട്ടികളുടെ പോഷകാഹാരത്തിന്റെ അഭാവം, വൈദിക അല്ലെങ്കിൽ വൈദ്യസഹായത്തിന്റെ കുറവ് അല്ലെ, ഇതൊക്കെ മരണനിരക്ക് ഉയരാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾക്ക് ലഭിക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധമല്ലാത്തതിനാൽ ഇവിടെ ആരോഗ്യം കൂടുതലായിട്ടും ക്ഷയിച്ചിരുന്നു. നമ്മുടെ മരണനിരക്ക് ഇരുവരും എന്തായിരുന്നു, ഉയർന്ന നിലയിൽ തന്നെ തുടർന്നതിനാൽ ഇവിടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരു സ്ഥിരതയുള്ള ഒരു ജനസംഖ്യാവസ്ഥയായിരുന്നു ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് തേർഡ് എന്താ പറയാ, രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ എക്കണോമിക്സിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നു. നമ്മുടെ കൃഷിയിൽ ആശ്രയിച്ചിരുന്നവരെ വ്യാവസായിക മേഖലയിലേക്ക് കൈമാറുന്ന മാറ്റമാണ് ഏറ്റവും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വ്യാവസായിക വികസനത്തോടൊപ്പം തന്നെ ഗതാഗതം, വിദ്യാഭ്യാസം, ശുചിത്വം, അതുപോലെ നമ്മുടെ ആരോഗ്യരംഗം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പുരോഗമിച്ചിരുന്നു. ഇതിനൊപ്പം തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ ജോലി തേടി മറ്റു പ്രദേശങ്ങളിലേക്ക് അതുപോലെ നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. ഓക്കെ, ഈ ഒരു മാറ്റം കുടുംബ രീതിയെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ സംയുക്ത കുടുംബത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എന്താ പറയാ ഫാമിലിയിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോഴും ജനനിരക്ക് ഉയർന്ന നിലയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ജനന നിയന്ത്രണത്തെ നിരസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ആരോഗ്യ രംഗത്തിലെ പുരോഗതി മരണനിരക്ക് കുറയാൻ സഹായിച്ചു. അപ്പൊ ഇവിടുത്തെ രോഗങ്ങളെ തിരിച്ചറിയാനും ചികിത്സിക്കാനുമുള്ള കഴിവ് വർദ്ധിച്ചതോടുകൂടെ ഇവിടെ മരണത്തിന്റെ കുറവ് അല്ലെ, മരണം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി അല്ലെ. നെക്സ്റ്റ് പറയുന്നത്, ഇവിടുത്തെ ജനനിരക്ക് ഉയർന്നതും ജനനിരക്ക് ഉയർന്നതുമാണ്, എന്നാൽ മരണനിരക്ക് വളരെ കുറച്ച് ആളുകളുടെ മരണനിരക്ക് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനസംഖ്യ വേഗത്തിൽ ഉയർന്നു വരുന്നു അല്ലെ. ഈ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ സ്ഫോടനം നടന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏർലി എക്സ്പാൻഡിങ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ഇതില് ഈ ഒരു ഘട്ടത്തില് ജനങ്ങൾക്ക് ജനസംഖ്യാ വർധനയുടെ പ്രതികൂല ഫലങ്ങളെ കുറിച്ചാണ് ഉള്ള ബോധവൽക്കരണം ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബ നിയന്ത്രണ രീതികളെ കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചതോടെ ഇവിടെ എന്ത് ചെയ്തു, ഗർഭനിരോധന ഉപാധികളിലെ അപ്പൊ അതിന്റെ ഉപയോഗം വ്യാപകമാകാൻ തുടങ്ങി. അതൊക്കെ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ലേറ്റ് എക്സ്പാൻഡിങ്ങിൽ ഇവിടെ ജനനിരക്ക് കുറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രത്തിലെ പുരോഗതി മരണനിരക്ക് കൂടുതൽ എന്ത് ചെയ്തു, കുറച്ചു. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ജനനിരക്കും മരണനിരക്കും ഇടയിലുള്ള വ്യത്യാസം ഇവിടെ എന്ത് ചെയ്യുന്നു, വളരെ കുറവാണ് അല്ലെ. സോ ഇവിടെ ഈ ഒരു ജനസംഖ്യയുടെ വളർച്ചയെങ്കിലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. പക്ഷെ അതിന്റെ വേഗത മുൻഘട്ടങ്ങളെ അപേക്ഷിച്ച് എന്തായിരിക്കും, കുറവായിരിക്കും.
ഇതാണ് ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ലോവർ സ്റ്റേഷനറി സ്റ്റേജ് ആണ്. ഈ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ വളർച്ച ഒരു സ്ഥിര നിലയിലേക്ക് എത്തുന്നു. നമ്മുടെ ജനനിരക്ക് മരണനിരക്ക് സമാനതയിലേക്ക് മാറുന്നു. അതുപോലെ വിദ്യാഭ്യാസം, നമ്മുടെ സാങ്കേതിക വിദ്യകളും അതേപോലെ ഉയർന്ന ജീവിത നിലവാരവും ആളുകളുടെ ചിന്തയിലുള്ള എന്ത് ചെയ്തു വലിയ മാറ്റം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ ആചാരങ്ങള്, അന്ധവിശ്വാസങ്ങള്, അതുപോലെ ഇതിന്റെയൊക്കെ ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. സോ മാത്രമല്ല ഇവിടെ എന്താ പറയാ, അണുകുടുംബ രീതിയുടെ ഉയർച്ച, അതുപോലെ നമ്മുടെ വൈകിയ ലേറ്റ് മാരേജ്, ഇതൊക്കെ കുടുംബ നിയന്ത്രണത്തിനും അതുപോലെ ബോധവൽക്കരണവും ജനനിരക്ക് താഴാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പദ്ധതി ഇതിനൊരു ഉദാഹരണമാണ് അല്ലെ. മരണനിരക്ക് കുറഞ്ഞ നിലയിൽ തുടർന്നതിനാൽ ജനസംഖ്യാ വളർച്ചയിൽ ഒന്നും രണ്ടും മാറ്റമില്ലാത്ത അവസ്ഥയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതിലെ അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു സ്റ്റേജ് ആണ് നമുക്ക് പറയാനുള്ളത് ഡിക്ലൈനിങ് സ്റ്റേജ്. ഈ ഒരു ഘട്ടത്തിൽ ജനനിരക്ക് എന്ത് ചെയ്യുന്നു, മരണനിരക്കിനേക്കാൾ താഴ്ന്ന നിലയിൽ എത്തുന്നു. അതിനാൽ ഇവിടെ ജനസംഖ്യ കുറയാന് തുടങ്ങുന്നു. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ പ്രായമായവരുടെ അനുപാതം കൂടുതലാകുകയും യുവജനസംഖ്യ കുറയുകയും ചെയ്യുന്നു. ഇവിടെ രോഗങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള മഹാമാരികൾ താൽക്കാലികമായിട്ട് ഉയർത്തുകയും ജനസംഖ്യ വേഗത്തിൽ കുറഞ്ഞ നിലയിലേക്ക് നീങ്ങുകയും ചെയ്യും. സോ ഈ ഒരു ഘട്ടം ജനസംഖ്യയുടെ സ്വാഭാവിക ഇടിവ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 സ്റ്റേജ്. ഓക്കെ, ഇനി ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയിൽ 3 സ്റ്റേജ് കൊണ്ടുവന്നിട്ടുള്ളത് തോംസണും അതേപോലെ നോട്ട്സ്റ്റീനും ആണ്. ദെൻ 5 സ്റ്റേജ് കൊണ്ടുവന്നിട്ടുള്ളത് CP ബ്ലാക്കർഡ്. ദെൻ 4 സ്റ്റേജ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് കാൾ സാക്ക് 1956 ഓക്കെ, അപ്പൊ ഈ ഒരു ശാസ്ത്രജ്ഞന്മാരും ഈ ഒരു കാലഘട്ടവും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ജനസംഖ്യ ആന്തരികമായിട്ടുള്ള സിദ്ധാന്തത്തിന്റെ വിമർശനമാണ് അല്ലെ, ഇതിന്റെ ഒരു ക്രിറ്റിസിസം. ഇതിൽ പറയുന്നു നമ്മുടെ ജനസംഖ്യ ഈ ഒരു സിദ്ധാന്തത്തിൽ ഏറെ ഉപയോഗപ്രദമായിരുന്നെങ്കിലും അത് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ എന്ത് ചെയ്തില്ല, ബാധകമല്ല. നമ്മുടെ വിവിധ രാജ്യങ്ങളിലെ അവിടുത്തെ സാമ്പത്തിക പുരോഗതി, അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടത് കൊണ്ട് അല്ലെ, ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് അവിടുത്തെ ജനനിരക്കും മരണനിരക്കും ഒരേ രീതിയിൽ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ചില രാജ്യങ്ങളിൽ നമുക്ക് കാണാം മരണനിരക്ക് എന്തായിരിക്കും ഉയർന്നിരിക്കുമ്പോഴും ജനനിരക്ക് എന്തായിരിക്കും, കുറഞ്ഞിട്ടുണ്ടാകും. സോ ഈ ഒരു സിദ്ധാന്തത്തിന്റെ പ്രോജക്റ്റിനോട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പൊരുത്തപ്പെടുന്നില്ല. ഓക്കെ, നഗരപ്രദേശങ്ങളിൽ ആദ്യം ജനനിരക്ക് കുറയുമെന്ന് ഈ ഒരു സിദ്ധാന്തം പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ജനനിരക്ക് കുറഞ്ഞതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജനസംഖ്യാ മാറ്റം എല്ലാ സമൂഹങ്ങളിലും ഒരേ രീതിയിൽ നടക്കുന്നില്ലെന്നും അതുപോലെ ഈ ഒരു സിദ്ധാന്തം പൊതുവായ ഒരു മാതൃക മാത്രമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഈ ഒരു മാൽത്തൂസിയൻ എന്താ പറയാ തിയറിയിൽ മാൽത്തൂസി 1978 പ്രസിദ്ധീകരിച്ചിട്ടുള്ള എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഒരു ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാൽത്തൂസ് 2 തരത്തിലുള്ള പരിശോധന കൊണ്ടുവന്നു, പ്രിവെന്റീവ് ചെക്ക് അല്ലെ, ദെൻ പോസിറ്റീവ് ചെക്ക്, അതൊക്കെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് നിയോ മാൽത്തൂസിയൻ ആണ്, നിയോ മാൽത്തൂസിനെയും ഒപ്റ്റിമം തിയറി. ഇതിൽ മാൽത്തൂസിയന്റെ ആശയങ്ങൾക്ക് പിന്നാലെ 1820കളിൽ പുതിയ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നു. അതായത് നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനന നിയന്ത്രണത്തെ കൂടുതൽ അനുകൂലമായിട്ട് കാണുകയും ജനസംഖ്യാ നിയന്ത്രണം സുസ്ഥിര വികസനത്തിനായിട്ട് നിർബന്ധമാണെന്ന് വാദിക്കുകയും ചെയ്തു. ഓക്കെ, 1924 നമ്മുടെ എഡ്വിൻ കാനൺ അവതരിപ്പിച്ച ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി ജനസംഖ്യയുടെ ഉചിതമായ തോത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.